ആദ്യമായി എന്നെ ഒരു സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയാണ്. എൻ്റെ പേര് റീന സന്തോഷ്. ഞാൻ അങ്കമാലി സെൻറ്റ് ജോർജ് ബസിലിക്ക ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 ഡിസംബർ 17-ാം തീയതിയാണ്. ഞാൻ പ്രൊഫഷണൽ നേഴ്സാണ്. ഞങ്ങൾ ഇപ്പോൾ UK വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഫാമിലി ആയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരാഴ്ചത്തെ ലീവിന് വേണ്ടി ഇന്നലെ ഇവിടെ വന്നതാണ് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ UK പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഫാമിലി ആയിട്ട് സൗദിയിലായിരുന്നു. ഞാൻ അവിടെ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കാനഡ PR വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ പേപ്പറെല്ലാം ഓക്കെ ആയിരുന്നു, ഞങ്ങൾക്ക് ഉള്ള സ്കോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നാൾ നാട്ടിലേക്ക് വരാം, ഒരു 6 മന്ത്സ് 6 മന്ത്സൊക്കെ ആകുമ്പോഴത്തേനും ഓക്കെ ആവുമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. ഞങ്ങൾ ഫാമിലി ആയിക്ക് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന് ലാസ്റ്റ് മൂമെൻ്റ് ആയപ്പോഴും ഞങ്ങളുടെ ഫയല് റിജക്ഷൻ ആയിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് സൗദിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, വേറൊരു വഴിയില്ലാതെയായി. നാട്ടിലാകെ പെട്ടുപോയി. ഞങ്ങളുടെ ജീവിതം ഒരു 0 ലെവലായിപ്പോയി. ആൾക്കാരെല്ലാം ഓരോന്നൊക്കെ ചോദിക്കാനൊക്കെ തുടങ്ങി. ഞങ്ങൾക്ക് ഒന്നിനും മറുപടിയില്ല, എപ്പോൾ പോകും എന്നൊക്കെയായിരുന്നു. അപ്പോൾ രാത്രി ആകുമ്പോൾ എങ്ങനെയും നേരം വെളുക്കരുത് എന്ന് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ആ സമയത്തെല്ലാം ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ ഫാമിലി ആയിട്ട്. ഹസ്ബൻഡിന് വിശ്വാസമൊന്നുമില്ല. ഇങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ഹസ്ബൻഡും പ്രാർത്ഥിച്ചു. അങ്ങനെ ഒന്നും നടക്കുന്നില്ല. അവസാനം ഞാനിങ്ങനെ യൂട്യൂബിൽ കൂടെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ കൃപാസനം എന്ന് കണ്ടത്. അപ്പോൾ ഞാൻ റോമൻ കാത്തലിക്, അത് വേറെ വല്ല പള്ളിക്കാരെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഉടമ്പടി എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പിറ്റേ ദിവസം വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വരാൻ പറഞ്ഞു. ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഫസ്റ്റ് നിയോഗം എൻ്റെ ഈ കാനഡ മൈഗ്രേഷൻ ഓളെ റിജക്റ്റായി. പക്ഷേ ദൈവത്തിന് അസാധ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കിട്ടുമെന്നൊരു വിചാരത്തിൽ ഞാനത് നിയോഗം വെച്ചു. പക്ഷെ ആ രാത്രി ഞാൻ വീട്ടിൽ ചെന്നു. പക്ഷേ എനിക്ക് മെയിൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അത് ഈശോ എനിക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അത് പിറ്റേ ദിവസം നടന്നിരിക്കും. അപ്പം ഞാനങ്ങനെ രാത്രി കിടന്നപ്പം എൻ്റെ അക്കൗണ്ടിൽ എന്തോ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അത് ആ ഉടമ്പടി എടുത്ത ആ ഡേറ്റിലാണ്. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിറ്റേ ദിവസം ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് എൻ്റെ ഇമിഗ്രേഷൻ ഫയൽ സ്റ്റാറ്റസ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് അത്രയും നാൾ ഓപ്പൺ ആയി കിടന്നത്, അത് ക്ലോസ് ആയി. അപ്പോൾ അതെനിക്ക് മനസ്സിലായി അത് ദൈവം തരുന്നില്ല. പിന്നെ എനിക്ക് ഒരുപാട് വിഷമമായി. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ഞങ്ങൾ അച്ഛനെ കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അപ്പോൾ അച്ഛനെ കണ്ട് മെസ്സേജ് എടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും പുറത്ത് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇത്രയും നാളും കാനഡയല്ലേ നോക്കി, ഇനി ഒരു UK നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ UK എക്സാം അറ്റൻഡ് ചെയ്തു. അപ്പോൾ UK എക്സാം പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരും രാത്രി കിടക്കുമ്പോൾ ഉറങ്ങിക്കഴിയുമ്പം ഞാൻ ടെറസിൻ്റെ മേലിൽ പ്രാർത്ഥിക്കാൻ മുട്ടുത്തി. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് മാതാവിൻ്റെ ഭയങ്കരമായൊരു അഭിഷേകം, അതായത് മുല്ലപ്പൂവിൻ്റെ മണം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അവിടെ അടുത്തൊന്നും മുല്ലപ്പൂവൊന്നുമില്ല. ഞാൻ പിറ്റേ ദിവസമൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഒരു വഴി കാണിച്ചു നമ്മൾ എക്സാം പാസ്സാക്കും. അങ്ങനെ ഞാൻ ദൈവാനുഗ്രഹത്തിൽ എക്സാം പാസ്സായി. പിന്നെ അതുപോലെ തന്നെ CBT എക്സാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ടുള്ള എക്സാം OSCE. ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പറയാനൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ ഈ എക്സാമിനൊക്കെ പോകുമ്പോഴൊക്കെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. ഉപ്പ് എക്സാം സെൻറ്ററിൻ്റെ അവിടെ ആരും കാണാതെ ഞാനിടും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ലൈറ്റ് വയ്ക്കാൻ്റെ റിക്വസ്റ്റ് ഇടും പോകുന്നതിന് മുമ്പ്. പിന്നെ മാതാവായിരിക്കണം, എക്സാമിനർ ഒരു ലേഡി ആയിരിക്കണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എക്സാമിനൊക്കെ ഒരു ലേഡി ആയിരുന്നു. അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ എക്സാം എല്ലാം ക്ലിയറായി. ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 3 കുട്ടികളാണുള്ളത്. എൻ്റെ മൂത്ത കുട്ടി +2 പാസ്സായി. +2 പാസ്സായ ശേഷം അവൾക്ക് തന്നെ അറിയില്ല എന്തിനു പോകണമെന്നൊക്കെ. അപ്പോൾ ഓരോരുത്തർ ചോദിക്കാൻ മോളെ അഡ്മിഷൻ എടുക്കുന്നില്ല എന്തിനു ചോദിക്കും. അപ്പോൾ ഇവയ്ക്കൊരു തീരുമാനമില്ല, അങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണേ എനിക്ക്. അപ്പോൾ അവിടെ UK നഴ്സിങ്ങിനൊക്കെ അഡ്മിഷൻ എടുത്താൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അവൾക്ക് കിട്ടിയത് അഡ്മിഷൻ ഒരു വർഷം 18 ലക്ഷമൊക്കെയാണ്. ഒരു വർഷം അങ്ങനെ 3 വർഷം പഠിക്കണം. അപ്പം ഫീസ് തന്നെ 60 ലക്ഷം രൂപയാവും. അപ്പം എനിക്ക് ഇത്രയും പൈസ മുടക്കി നഴ്സിംഗ് പഠിപ്പിക്കാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ അവൾക്ക് മെഡിസിൻ ആയിരുന്നു ആഗ്രഹമോ. അങ്ങനെ ലാസ്റ്റ് ഞാനിങ്ങനെ അവൾക്കാണെങ്കിൽ പ്രാർത്ഥന കുറവുള്ളതാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് തന്നെ നടക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം വിഷമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവമേ മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം. ആൾക്കാരോട് പറയണ്ടേ, ഇനി ആൾക്കാർ വീട്ടിലോട്ട് വിളിക്കുമ്പോഴൊക്കെ ചോദിക്കും അത് പോയില്ലേ എന്നത്. അപ്പോൾ ഒരു മറുപടി പറയണം. എനിക്കൊരു അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പോൾ ഒരു സാക്ഷ്യം പറയാൻ സാധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് മൊബൈൽ എടുത്തപ്പോൾ ആലപ്പുഴ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതിൻ്റെ അടിയിലല്ല MBBS എന്ന് കാണുന്നു. ഒരു കണ്ടിയുടെ പേരുണ്ട്, ഏജൻസി ഒന്നുമില്ല, ജസ്റ്റ് അത്ര മാത്രം. അതിന് പിന്നെ അത് സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നുമില്ല.
അപ്പം ഞാൻ എന്ത് ചെയ്തു, നമുക്കത് ദൈവം കാണിച്ചെന്ന് ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ഏജൻസിനെ വിളിച്ചു. അവിടെ പഠിച്ചിറങ്ങിയ ഒരു ഡോക്ടർ തന്നെയാണ്. അവരെ പ്രോസസ്സിംഗ് എല്ലാം മുന്നോട്ട് പോയി, ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി. 1.5 മാസം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അതിനുശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. UK അല്ല, വേറൊരു കൺട്രിയാണ്, യൂറോപ്പിൻ്റെ തന്നെ. അവിടെ ഒരു 3 hours ജേർണിയേ ഉള്ളൂ. അപ്പം വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ പേപ്പർ ഞങ്ങളവിടെ പുറത്തിരുത്തിയിട്ട് ഞങ്ങളുടെ പേപ്പർ മാത്രം എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് വിസയ്ക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് അവർ പറയുന്നത്. നിങ്ങൾ തന്നെ ചെയ്തോളാം. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, എംബസി വഴിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ നമുക്ക് പാസ്പോർട്ടിൽ അടിച്ചു തരണം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ദൈവമേ, ഞാൻ ആ കയറുന്നതിന് മുമ്പ് ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അവിടെയെല്ലാം ഉപ്പിട്ടു. പിന്നെ സർട്ടിഫിക്കറ്റിലെല്ലാം ഉപ്പ് ഇങ്ങനെ വെതറിയായിരുന്നു. ഞാൻ അവിടെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാണ് പോയത്. ഞാൻ വിശ്വാസ പ്രമാണം ഒക്കെ ചൊല്ലി അവിടെ പ്രാർത്ഥിച്ചിട്ടിരുന്നു. ഇല്ല, ദൈവം തന്നതാണെങ്കിൽ തരും. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഡോക്ടർ നാട്ടിലാണ്. പക്ഷെ അന്ന് പുള്ളി അവിടെ ഉണ്ടായിരുന്നു, ആ മൊഡബല ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയോട് ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞു, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്, ഇത്രയും പേർക്ക് ചെയ്തിട്ടൊന്നും ആർക്കും ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു. പുള്ളി യൂണിവേഴ്സിറ്റി പോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി യൂണിവേഴ്സിറ്റി പോയപ്പോൾ അവർ ഇങ്ങോട്ട് മെയിൽ അയച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ മെയിൽ വന്നിട്ട് യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്യാൻ, അവർ ഓപ്പൺ ചെയ്യാൻ പോലും കൂട്ടാക്കുന്നില്ല. പറ്റത്തില്ല എന്നാണ് പറയണത്. നിങ്ങൾ പൊക്കോ എന്നാണ് പറയണേ. ഞാൻ പറഞ്ഞു, ഒരു 10 മിനിറ്റ് കൊണ്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം പുറത്തിറങ്ങിയാൽ പിന്നെ അങ്ങോട്ട് അകത്ത് കയറ്റത്തില്ല, അവരെ പ്രസ് ചെയ്താലേ കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് വിളിക്കുക, മെയിൽ അവർ ഓപ്പൺ ചെയ്യുന്നില്ല. അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ലേഡി വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിട്ട് പറയുവാണ്, നിങ്ങൾക്ക് വിസ വേണ്ടേന്ന്. ഞാൻ കന്തിച്ചു, എന്തെങ്ങനെയാണ് പറയണേന്നുള്ളത്. പെട്ടെന്ന് തന്നെ അവർ എന്നെ പേപ്പറെല്ലാം എടുത്തുകൊണ്ട് പോയി ഞങ്ങളോട് പൈസ അടയ്ക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു 2 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് വിസ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നൊരു ബുധനാഴ്ചയായിരുന്നു. അപ്പോൾ പിന്നെ ബുധനാഴ്ച ദിവസമാണ് ഓൾറെഡി ഫാസ്റ്റിംഗ് എടുക്കുന്നത്. നെക്സ്റ്റ് വെനസ്ഡേ ഞാൻ ഫാസ്റ്റിംഗ് എടുത്തപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ നിൻ്റെ കയ്യിലാണ് ആപ്ലിക്കേഷൻ തന്നത് പോലെ, ആ ലേഡിയുടെ കയ്യിലല്ല. അപ്പോൾ നീ എനിക്ക് ഇന്ന് തന്നെ എനിക്ക് വിസ കളക്ട് ചെയ്യാനല്ല, എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഇന്ന് തന്നെ എനിക്ക് ഈ ഫാസ്റ്റിംഗ് തീരുന്നതിന് മുമ്പേ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കറക്റ്റ് 2:30 ആയപ്പം എൻ്റെ മെസ്സേജ് വന്നു, അവിടുത്തെ വിസ ചാൻസലറിന് ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡി ആയിട്ടുള്ളതെന്ന്. വിത്തിൻ 2 days ഞങ്ങൾ വിസ കളക്ട് ചെയ്തു. അവൾ കഴിഞ്ഞ ആഴ്ച അവിടെ പോയി ജോയിൻ ചെയ്തു. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനാണ്. ഹസ്ബൻഡിന് ഒരു 25 years ആയിട്ട് കിഡ്നി സ്റ്റോണിൻ്റെ അസുഖമുണ്ട്. അപ്പം ഞാനൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു. തൈലമൊക്കെ പറ്റി ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കും. അങ്ങനെ പുള്ളിക്ക് അവൾ കഴിഞ്ഞ ആഴ്ച അവിടെ പോയി ജോയിൻ ചെയ്തു. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനാണ്. ഹസ്ബൻഡിന് ഒരു 25 years ആയിട്ട് കിഡ്നി സ്റ്റോണിൻ്റെ അസുഖമുണ്ട്. അപ്പം ഞാനൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു. തൈലമൊക്കെ പറ്റി ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കും. അങ്ങനെ പുള്ളിക്ക് പെട്ടെന്ന് പനി വന്ന് കൂടിപ്പോയി. അവിടെ എമർജൻസി പോന്ന് പെട്ടെന്ന് തന്നെ ANTയിൽ അഡ്മിറ്റാക്കിയപ്പോൾ അവർ പറഞ്ഞു കിഡ്നിയിൽ ഭയങ്കര ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞു, പൈലോനെഫ്രൈറ്റിസ് ആണെന്ന് പറഞ്ഞു. അതിന് അവിടെ കിടന്ന് ചികിത്സിച്ചിട്ടപ്പോൾ അവർ അടുത്ത് കണ്ടുപിടിച്ചു ക്യാൻസർ ഉണ്ടെന്ന്, പ്രോസ്റ്റേറ്റ്. അപ്പോൾ PSA ഒരുപാട് ഹൈ ലെവലാണ്. അപ്പോൾ അതിപ്പോൾ അവർ പറഞ്ഞു MRI എടുത്ത് നോക്കാമെന്ന് തോന്നുന്നു, കൺഫേം ചെയ്യാനായിട്ട്. MRIയും എക്സ്റേ എല്ലാം എടുത്തു നോക്കിയപ്പോൾ അതിനെല്ലാം ഇതാണ് കാണിക്കുന്നത്. അവസാനം ഡോക്ടർ നമുക്ക് ബയോപ്സിക്ക് വിടാം. അപ്പോൾ ഞാൻ ബയോപ്സിക്ക് വിടാമെന്ന് ഞാൻ ഇവിടെ പോകുമ്പോഴൊക്കെ ഞാനിവിടെ തൈലവും എല്ലാം പറ്റി കൊടുക്കും. ഞാൻ ഈ ഡയറ്റൈക്കാനിൽ റിക്വസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു, മാതാവേ, ക്യാൻസർ എന്ന രോഗം ഞങ്ങളുടെ കുടുംബത്തിൽ വരല്ലേ, ഇതിന് പുറകെ നടക്കണം, ബുദ്ധിമുട്ടാണ്, ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ, അതിനൊരു വിഷമം ഞങ്ങൾക്ക് വരുത്തല്ലേ. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ എനിക്കൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അതും കൂടെ കൂട്ടിച്ചേർക്കണേ, അത് അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സാധാരണ നോർമലി 45 വീക്സിനുള്ളിലാണ് റിപ്പോർട്ട് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് 3 വീക്സ് ആയപ്പോഴും വീട്ടിലൊരു റിപ്പോർട്ട് വന്നു. എൻ്റെ കയ്യിൽ തന്നെ അഡിക്കേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നെഗറ്റീവായി, യാതൊരു കുഴപ്പമില്ല. ഇത്രയാണ് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ. നാട്ടിലായിരുന്നപ്പം കൃപാസന പത്രം ഞാൻ അതുപോലെ ബസ് സ്റ്റാൻഡിലും വീടുകളിലൊക്കെ കയറി കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇപ്പം ചെയ്യുന്നത്, ഇപ്പം ഞാൻ UK പോയപ്പം ഞാൻ കുറച്ച് പേപ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പേപ്പറൊക്കെ കൊണ്ടുപോയി അവിടെ ഓരോ സ്ട്രീറ്റിലും കുറഞ്ഞ് ഇംഗ്ലീഷുകാർക്കൊക്കെ കൊടുത്തു. ചിലർ മേടിക്കും, ചിലർ മേടിക്കത്തില്ല, അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോഴും ഞാനത് വാങ്ങിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ ഇപ്പം ഞാൻ കൂടുതലും മിക്ക ദിവസവും ഞാൻ അച്ഛൻ്റെ ടോക്കും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും. എൻ്റെ ഫേസ്ബുക്ക് കൊടുത്തേക്ക് കൂടെ അത് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടി തന്നെയാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഫിനാൻഷ്യലായിട്ട് ആരെയും സഹായിക്കും.
പൈസ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ട് ആരെങ്കിലും പാവങ്ങൾക്ക് ഇവിടെ ആർക്കും കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെയും കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തു പോകുന്നത്. ഇത്രയും അനുഗ്രഹം തന്നെ ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി.